കോഴിക്കോട് കൊട്ടേഷൻ സംഘാംഗത്തെ പിടികൂടുന്നതിനിടെയുണ്ടായ ആക്രമണത്തിൽ 3 പോലീസുകാർക്ക് പരിക്ക്. പെരിങ്ങളം സ്വദേശി ടിങ്കു എന്ന ഷിജുവാണ് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഇയാളെ കീഴടക്കിയത്. പിടിയിലായ ശേഷവും ടിങ്കു രക്ഷപ്പെടാൻ ശ്രമിച്ചു. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അശ്വിൻ വല്ലത്തുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? ആതിര, ഈ ടിങ്കു 16ഓളം കൊട്ടേഷൻ കേസുകളിലെ പ്രതിയാണ്. വിവിധ ജില്ലകളിലായി ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ഈ ടിങ്കു പെരിങ്ങളത്ത്, കുന്നമംഗലത്തിനടുത്ത് പെരിങ്ങളത്ത് ഒരു കല്യാണ വീട്ടിൽ ഉണ്ട്. ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തി എന്നറിഞ്ഞ് ആണ് പോലീസ് സംഘം അങ്ങോട്ടേക്ക് പോയത്. 6 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. അവിടെ വെച്ച് ടിങ്കുവും സുഹൃത്തുക്കളും ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ആ ആക്രമണത്തിലാണ് ജോമോൻ എന്ന ഡെൻസഫ് സ്ക്വാഡ് അംഗമായ ജോമോൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേറ്റത്. അദ്ദേഹത്തിന് കാൽമുട്ടിന് ഗുരുതരമായ പരിക്കുണ്ട്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടെ പരിക്കുണ്ട്. അവിടെ വെച്ച് പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ടിങ്കുവിനെ പോലീസുകാർ കീഴ്പ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് വീണ്ടും ടിങ്കു രക്ഷപ്പെടാൻ ശ്രമിക്കുകയുണ്ടായി. ആ സ്റ്റേഷന് പുറത്തേക്ക് കടന്നു. അവിടെ നിന്നൊരു വാഹനത്തിന് മുകളിൽ കയറി അവിടെ ഭീഷണി മുഴക്കുകയും തല അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. സ്വയം പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിന്റെ മൊബൈൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് പോലീസ് അവിടെ നിന്ന് ടിങ്കുവിനെ വീണ്ടും പിടികൂടുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇവിടെ ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കുപറ്റിയ പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയും ഇവിടെ ആശുപത്രിയിലുണ്ട്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പരിക്കേറ്റ പോലീസുകാരിൽ ജോമോൻ, ഡെൻസഫ് സ്ക്വാഡ് അംഗമായ ജോമോന്റെ നില ഗുരുതരമാണ് എന്നാണ് ഡോക്ടർമാർ നൽകുന്ന ഒരു വിവരം. അദ്ദേഹത്തിന് അടിയന്തരമായ ശസ്ത്രക്രിയ ആവശ്യമുണ്ട്. മുട്ടിന് ഗുരുതരമായ പരിക്കാണ് പറ്റിയത്. കല്യാണ വീട്ടിൽ വെച്ച് ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ നടത്തിയ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഈ വിവിധ ജില്ലകളിൽ കേസുകളിലെ പ്രതി കല്യാണത്തിൽ പങ്കെടുക്കുന്നു എന്നറിഞ്ഞാണ് പോലീസ് സംഘം അവിടെ പിടികൂടാനെത്തിയത്. അവിടെ വെച്ച് നടന്ന അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു. അത് പെട്ടെന്ന് പ്രതിരോധിക്കാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല. പിന്നീട് അവിടെ വെച്ച് തന്നെ ഈ പോലീസ് സംഘം പ്രതിയെ പിടികൂടി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമുണ്ടായി. അതിനുശേഷം വീണ്ടും പിടികൂടിയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നേരത്തെയുള്ള കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. 16ഓളം കൊട്ടേഷൻ കേസുകൾ തന്നെയുണ്ട്. കൂടാതെ കഞ്ചാവ് കേസുകൾ, അത്തരത്തിലുള്ള നിരവധി കേസുകളുണ്ട്. അത് കൂടാതെ ഇപ്പോൾ പോലീസുകാരെ ആക്രമിച്ച കേസ് കൂടെ അതിൽ വരും. അദ്ദേഹത്തെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. അത് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാം. അയാൾ കാറിന് മുകളിൽ കയറി നിന്ന് ഭീഷണിപ്പെടുത്തുന്നതും വെല്ലുവിളിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇത് പോലീസുകാർ ഇയാളെ പിടികൂടാൻ വന്നപ്പോൾ ഇയാൾ രക്ഷപ്പെട്ടപ്പോൾ വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു. ഇത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഈ ദൃശ്യങ്ങൾ എവിടെ നിന്നുള്ളതാണ്? കാറിന്റെ മുകളിൽ കയറി നിന്ന് ഇയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടല്ലോ. അതിൽ 2 തവണയാണ് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതി ശ്രമിച്ചത്. ആദ്യത്തെ തവണ ഈ സംഘടന നടക്കുന്നത് കുന്നമംഗലം കട്ടാങ്ങലിനടുത്തുള്ള ഒരു കല്യാണ വീട്ടിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് പോലീസുകാരെ ആക്രമിച്ചത്. അവിടെ നിന്ന് ഇയാളെ കീഴ്പ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് റോഡിൽ നടത്തുന്ന പ്രകടനങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ വെച്ച് ഒരു വാഹനത്തിന് മുകളിൽ കയറി ഇയാൾ ഭീഷണി മുഴക്കുന്നുണ്ട്, പോലീസിനെ ആക്രമിക്കുന്നുണ്ട്. അവിടെ വെച്ചും പോലീസ് നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് ഇയാളെ കീഴ്പ്പെടുത്തുന്നത്, അവിടെ വെച്ച് പിടികൂടുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്ത് വെച്ച്, ഈ റോഡിൽ വെച്ച് ഇയാൾ സ്വയം തല അടിച്ചു പൊട്ടിക്കുക കൂടി ചെയ്തു എന്നുള്ള വിവരം കൂടിയുണ്ട്. അദ്ദേഹം സ്വയം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ചോരയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് കീഴ്പ്പെടുത്തിയ ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്കായി
കൊണ്ടുവന്നതാണ്. ഇതിനുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇവിടെ തന്നെയാണ് പരിക്ക് പറ്റിയ 3 പോലീസ് ഉദ്യോഗസ്ഥരും ചികിത്സയിലുള്ളത്. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്ഥിതി അല്പം ഗുരുതരമാണ്. അദ്ദേഹത്തിന് കാൽമുട്ടിനേറ്റ പരിക്ക് ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, പോലീസിനെ ആക്രമിച്ച് കൊട്ടേഷൻ സംഘാംഗം വിവരങ്ങളാണ് അശ്വിൻ വല്ലത്ത് നൽകിയത്.